സാർ, ഇപ്പം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റിനെ മാറ്റി ഇസ്രായേൽ കാറ്റ്സ് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് ഇപ്പം ഈ നെതന്യാഹുവിന് നൽകുന്ന ഉപദേശം ഇപ്പോഴാണ് നമുക്ക് ഇറാനെ അടിക്കാനുള്ള തക്കതായ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അങ്ങ് ആക്രമിച്ച് തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇറാനും വിചാരിക്കുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നാൽ നമുക്ക് ഭീഷണിയാണ്, തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു പണി കൊടുക്കാമെന്ന്. എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അപ്പോൾ ഇറാനിപ്പോൾ കണക്കാക്കുന്നത് ഇസ്രായേലിനൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയമായെന്നാണ്. കാരണം ഒക്ടോബർ 26-നാണെന്നാണ് ഒരു ആക്രമണം നടന്നായിരുന്നു ഇറാനിൽ. അപ്പോൾ അതിന് ഇസ്രായേൽ പേരിട്ടിരുന്നത് ഓപ്പറേഷൻ ഡേയ്സ് ഓഫ് റിപ്പൻഡൻസ് എന്നായിരുന്നു ആ ഓപ്പറേഷൻ്റെ പേര്. അന്ന് പോയി ഏകദേശം 120ഓളം പ്ലെയിൻസ് ഉണ്ടായിരുന്നു. 4 മണിക്കൂർ ഇറാൻ്റെ ടെറിട്ടറിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പലതും അവർ കാണിച്ചു, തിരിച്ചു പോന്നു. അപ്പോൾ അതിന് എങ്ങനെയായാലും തിരിച്ചടിക്കണം എന്ന് ഇറാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ട്രംപ് വന്നാൽ ഒന്നും കൂടി കാര്യം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ട്രംപ് ഓഫീസ് അസ്യൂം ചെയ്യുന്നതിന് മുമ്പ്, സ്ഥാനാരോഹണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ്. അപ്പോൾ അതേസമയം ഇസ്രായേലിലുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ഡിപ്ലോമാറ്റിക് എഫേർട്സ് റൺ ദെയർ കോഴ്സ്. അത് ഈ ഡിപ്ലോമാറ്റിക് എഫേർട്സ് നടത്താവുന്നിടത്തോളമൊക്കെ നടത്തി നോക്കി, ഇനി അതുകൊണ്ട് വലിയ പ്രസക്തിയോ കാര്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞായിരുന്നു. ട്രംപ് പറയുന്നത്, എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഒരു 4-5 മാസവും കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഇറാനെതിരെ നല്ല കുറേ കൂടി കടുത്ത സാങ്ഷൻസ് കൊണ്ടുവന്ന് അവരുടെ എക്കോണമി ഒന്ന് ക്രിപ്പിൾ ചെയ്ത് ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് ഞാൻ പോകുള്ളായിരുന്നു. പക്ഷേ അന്ന് സമയം കിട്ടിയില്ല, കുറച്ച് സമയം കൂടി വേണമായിരുന്നു, ഒരു 4-5 മാസം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ ഇസ്രായേലിന് വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം പറയുന്നത്, ടൈം ഈസ് റൈറ്റ് ടു ഹിറ്റ് ഇറാൻ. ഇപ്പോഴാണ് സമയം ഇറാനെ ഒന്ന് അടിക്കാനുള്ള സമയം. അതിപ്പോൾ അവരിങ്ങോട്ടെന്തെങ്കിലും കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചോട്ടെ, കുറേ റോക്കറ്റ്സൊക്കെ വിടും, അത് നടന്നോട്ടെ. പക്ഷേ അവർക്ക് നല്ല ഒരു അടി കൊടുക്കാനുള്ള സമയം ഇതാണെന്നാണ് ഈ ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മന്ത്രിസഭയിൽ. പിന്നെ വേറെ അവരുടെ ഫോറിൻ മിനിസ്റ്ററുണ്ട്, ഗിഡിയോൺ സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു ജോയിൻറ്റ് അറ്റംപ്റ്റ് നടത്തണം. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ ധൈര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഈ ട്രംപ് പറഞ്ഞായിരുന്നു, നിങ്ങളെന്തിനാണ് നോക്കിയിരിക്കുന്നത്, നിങ്ങൾ കയറി അറ്റോമിക് ഫെസിലിറ്റീസ്, ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തന്നെ അങ്ങ് അറ്റാക്ക് ചെയ്യും, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നല്ലേ നിങ്ങളുടെ ഭയം, അത് പിന്നീടല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നോക്കാം, നിങ്ങളിപ്പോൾ കയറി അടിക്കുന്നായിരുന്നു ഈ പറയുന്ന ട്രംപിൻ്റെ അന്നത്തെ ഒരു പ്രഖ്യാപനം. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ ഇസ്രായേലിന് വീണ്ടും ധൈര്യം വരികയാണ്. അപ്പോൾ അവർ പറയുന്നത്, എന്തായാലും ഇറാൻ്റെ ന്യൂക്ലിയർ അംബിഷൻ അത് തകർത്തേ പറ്റുള്ളൂ. കാരണം ഇറാൻ്റെ കയ്യിൽ ഈ വെപ്പൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയില്ല. ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, അതേപോലെ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടാണ്, വെസ്റ്റേൺ കൺട്രീസിന് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഓഫ് കോഴ്സ് ഇവരെന്തിനാണ് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ തന്നെ മനസ്സിൽ കരുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് ദി റൈറ്റ് ടൈം, അത് ഉപയോഗപ്പെടുത്തണം, അവരെ അടിക്കണം, അത് ജോയിൻ്റായിട്ട് ചെയ്യണം, അമേരിക്കയും ഇസ്രായേലും കൂടി യോജിച്ച് വേണം അത് ചെയ്യാൻ എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഗിഡിയോൺ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്രയും ധൈര്യം ഇപ്പോൾ ഇസ്രായേലിന് വരാനായിട്ടുള്ള ഓഫ് കോഴ്സ് ഒരു കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ട്രംപ് വരാൻ പോവാണ്, അത് വലിയ ധൈര്യം അവർക്ക് പകർന്നിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 പ്രാവശ്യം അവിടെ അറ്റാക്ക് നടത്തിയല്ലോ ഈ ഇറാനകത്ത്. 2 പ്രാവശ്യം നടത്തിയപ്പോഴും അറ്റാക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേലി പ്ലെയിൻസിന് യാതൊരുവിധ വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. അവരെവിടെയൊക്കെ ഉദ്ദേശിച്ചോ അവരൊരു സൂചന കൊടുക്കുന്ന പോലെ എന്തെങ്കിലും വെപ്പൺസ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള എക്സ്പ്ലോഷനോ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. ആ മെസ്സേജ് കൊടുക്കുന്നതിൽ അവർ വളരെയധികം വിജയിച്ചായിരുന്നു. ഏപ്രിലിലും ഒക്ടോബർ 26-ന് നടത്തിയ 2 അറ്റാക്സിലും ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇസ്രായേലി എയർഫോഴ്സിന് മാച്ച് ചെയ്യാവുന്ന അല്ലെങ്കിൽ വെല്ലാവുന്ന ഒന്നും ഇറാൻ്റെ കയ്യിലില്ല. ഇസ്രായേലിന് വേണ്ട പോലെ 4 മണിക്കൂർ ആ ടെറിട്ടറിക്കകത്ത് ചുറ്റിക്കറങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടും
ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇസ്രായേലിന്റെ വ്യോമസേനയോട് ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള ശക്തി ഇറാനില്ല. അപ്പോൾ ഇസ്രായേൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരുടെ ആണവ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണപ്പാടങ്ങളിലോ ഒന്നും ആക്രമണം നടത്തായിരുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വന്ന് ആയുധ സംഭരണശാലകൾ തകർക്കുന്നു, ഡ്രോണുകളുടെ ഒരു നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്, ഇനി ഞങ്ങളുടെ അടി വലുതായിരിക്കും എന്നുള്ളൊരു വാണിംഗ് കൊടുത്തിട്ട് കൃത്യമായിട്ട് ഇവർ തിരിച്ചു പോവുകയും ചെയ്യും. വാണിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ട് പോന്നു. അപ്പോൾ അന്ന് പക്ഷേ ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. കാരണം ബൈഡൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ അവിടെ പോയി കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, എണ്ണയുടെ ടെർമിനൽസ് അറ്റാക്ക് ചെയ്യണ്ട, ന്യൂക്ലിയർ സൈറ്റ്സ് അറ്റാക്ക് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവരത്ര ഒരു കൺട്രോൾഡ് രീതിയിൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ ഈ ഇസ്രായേലിനേലും കൂടുതൽ ആവേശത്തിലാണ് ഈ പോയിന്റ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് വളരെ കോൺഫിഡൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലും അല്ലെങ്കിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ ഗിഡിയോൺ സാറും അതേപോലെ ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഡിഫൻസ് മിനിസ്റ്ററും രണ്ടുപേരും പറയുന്നത് ഇതാണ് സമയം, ഇപ്പോൾ നമുക്ക് ആക്രമിക്കണം. അപ്പോൾ ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുക ഇല്ലാതിരിക്കുക, അവർ കുറേ റോക്കറ്റ്സ് വിടാതിരിക്കുക ചെയ്തിട്ട് ദാറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യം ജോയിൻറ്റ് എഫേർട്ട് ഇസ് നീഡഡ്. US and Israel together should attack Iran and destroy their nuclear sites. അതാണ് ഇപ്പോൾ അവരെത്തിയിരിക്കുന്ന തീരുമാനം. സാർ, അപ്പോൾ അതിനകത്ത് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഈ ഡൊണാൾഡ് ട്രംപ് വിജയിച്ച ഉടനെ തന്നെ ഇറാൻ അവിടുത്തെ അയത്തുള്ള അലി ഖമനയുടേതെന്ന രീതിയിലൊരു പ്രസ്താവന പുറത്തു വന്നു. അതായത് ഇനി ഞങ്ങൾ അമേരിക്കയും അറ്റാക്ക് ചെയ്യും, കൂടുതൽ കളിക്കാൻ പറ്റരുത്, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളടക്കം ഈ കടലിൽ വന്ന് നങ്കൂരമിട്ടു, ഞങ്ങളുടെ ഡ്രോണുകൾ നിങ്ങളുടെ കപ്പലുകളെ കൃത്യമായി നിരീക്ഷിക്കുന്നു, അതായത് മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഡ്രോണുകളാണ് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ചുറ്റും പറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശക്തിയൊന്നും ചോർന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു വിടുവായത്വമാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇസ്രയേലോട് ചേർന്ന് ജോയിൻ്റ് ആയിട്ടൊരു അറ്റാക്ക് നടത്തിയാൽ ഇറാന് പിന്നെ അതിജീവിക്കാൻ പറ്റുമോ? അത് ഇറാന് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇറാൻ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ദർ ബാർക്കിംഗ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ദർ ബൈറ്റിംഗ് എന്ന് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത് പറയൽ അവരുടെ ഒരു രീതിയാണ്, കുറേ വർത്തമാനമൊക്കെ പറയും. അതേസമയം ഇസ്രായേലൊന്നും പറയാറുമില്ല. ഇത് രണ്ടുപേരുടെയും രീതിയിലുള്ള വ്യത്യാസം ഇതാണ്. ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പോയി അത് പ്രവർത്തിക്കും, ഇറാൻ ഇങ്ങനെ പറയും, പക്ഷേ പിന്നെ ബാക്കി അധികവും പ്രോക്സീസിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്. ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട്, ഇസ്രായേൽ തിരിച്ചു പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലെബനന്റെ കുറേ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നുണ്ട്. ഇനി ഞങ്ങൾ ആ സ്ഥലം കൂടെ പിടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കും, ഞങ്ങളൊരു വിശാല ഇസ്രായേൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒരു മെസ്സേജ് കൂടിയല്ലേ? അതായത് അവരുടെ നോർത്തേൺ സൈഡിൽ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ളതൊന്നും പാടില്ല എന്നാണ് ഇസ്രായേലിന്റെ കാഴ്ചപ്പാട്. കാരണം അവിടെ ഇസ്രായേലിൻ്റെ നോർത്തേൺ സൈഡിൽ അവർ കൊണ്ടുവന്ന് ഈ ഹിസ്ബുള്ള ഉണ്ടെങ്കിൽ അവരുടെ വെപ്പൺസൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ എപ്പോഴും റോക്കറ്റ് വീട്ടിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ ഏരിയ ഏകദേശം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു അവകാശവാദം, ഞങ്ങളുടെ കയ്യിൽ രാസായുധങ്ങളൊക്കെ ഉണ്ട്, രാസായുധങ്ങളൊക്കെ ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സമ്പുഷ്ട യുറേനിയം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് ഞങ്ങൾ കുറച്ച് ആണവ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറ്റ കൈക്ക് കയറി അറ്റാക്ക് ചെയ്യും, അത് അമേരിക്കയ്ക്കും കിട്ടും ഇസ്രായേലിനും കിട്ടും എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെയൊക്കെ തീർക്കുമെന്നൊക്കെ. ഇത്രയൊക്കെ പറയുമ്പോൾ ഇനിയും കാത്തിരിക്കുന്ന എന്തിനാണ് എന്ന് വിചാരിച്ച് ജോ ബൈഡൻ തന്നെ അമേരിക്കൻ സേനയെ അങ്ങോട്ട് വിട്ടാലോ? കാരണം ട്രംപ് വന്ന് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് താൻ തൻ്റെ ഭരണകാലം അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഒരു വലിയ കാര്യം ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ബൈഡൻ ഇറങ്ങുമോ എന്നുള്ളതാണ്. അല്ല, ബൈഡൻ അല്പം ഹെസിറ്റൻ്റ് ആയിരുന്നു. ഹി വാസ് ഹെസിറ്റേറ്റിംഗ് ടു ഡു ഓർ ടു ടേക്ക് എനി ബിഗ് സ്റ്റെപ്പ് ദെയർ. അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു. പിന്നെ വേറെ ഒരു ചേഞ്ച് ചിലർ പറയണത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളല്ലോ ബൈഡൻ. അപ്പോൾ ഈ സമയത്ത് ബൈഡൻ രാജിവെച്ചിട്ട് ഈ കമലാ ഹാരിസിനെ പ്രസിഡന്റ് ആക്കിക്കൂടെ എന്നും പറഞ്ഞ് ചിലർ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ പറയുമ്പോൾ പഴയ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയാമല്ലോ. അപ്പം അങ്ങനെ ഒരു ചാൻസ് അവർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. ഇനി കഷ്ടിച്ച് 1-1.5 മാസമല്ലേ ഉള്ളൂ അല്ലേ? കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അത് കൊണ്ട് വേണമെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുത്തേക്കെന്നുള്ള രീതിയിലൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാകുമെന്നറിയില്ല. പ്രത്യേകിച്ച് ബൈഡൻ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ താല്പര്യമായിരുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ച് രക്ഷയില്ലാതെ അങ്ങോട്ട് മാറിയത്. കഴിയുന്നതും അദ്ദേഹത്തിന് മത്സരിക്കണമെന്നായിരുന്നു. പിന്നെ ആ സമയത്ത് ഇവരുമായിട്ട് ട്രംപായിട്ടുള്ള മത്സരങ്ങളും പ്രസംഗവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വീഴ്ച. അത് വാസ്തവത്തിൽ അത്രയും പുള്ളി ആബ്സെന്റ് മൈൻഡഡ് അല്ല. അദ്ദേഹം കുറേ യൂറോപ്യൻ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ആ ജെറ്റ് ലാഗൊക്കെ ഒന്ന് മാറണമല്ലോ, എന്നിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മളായാലും നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരായി കഴിഞ്ഞാൽ പോലും ഈ ജെറ്റ് ലാഗ് ഈസ് എ പ്രോബ്ലം. യൂറോപ്പ് മുഴുവൻ ടൂർ കഴിഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് കയറി സംസാരിക്കുമ്പോൾ ഒരു ഓർമ്മപ്പശയൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ബൈഡന് ഉള്ള പോരായികകളേക്കാൾ കൂടുതലായിട്ട്
അവിടെ കാണപ്പെട്ടു. അതുകൊണ്ടാണ് ബൈഡൻ കട്ട് എ സോറി ഫിഗർ. പക്ഷേ എന്തായാലും ഒരു കണക്കിന് ബൈഡന് നന്നായി. ഇപ്പോൾ ഇതുപോലെ തോക്കാനാണെങ്കിൽ പിന്നെ മത്സരിച്ചിട്ട് ആരോ മോഹൻലാൽ പറയണല്ലേ, തോക്കെടുത്തോ തോക്കാനാകരുതെന്ന് പറഞ്ഞോണം, തോക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബൈഡൻ ഇഗ്നോമിനിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനത്തെ ഒരു മോശം അല്ലെങ്കിൽ ചിത്തപ്പേരില്ലാതെ തന്നെ രക്ഷപ്പെട്ടാകും. അത് കമലാ ഹാരിസിന് ഭാരമായി. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളെയും എല്ലാം തീർത്ത് ഇറാനിലും അടിച്ചമർത്തി പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം സ്ഥാപിച്ച് ഇസ്രയേലിനൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അത് എത്ര കാലം എന്നുള്ളതിന് പ്രത്യേകിച്ച് ട്രംപ് അതിൽ ഒരു സിംഗിൾ ഹാർട്ടഡ് ഡിവോഷനോടുകൂടി തന്നെ അത് ചെയ്യും. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.